നമ്മുടെ യമുനയിൽ വിഹരിച്ചിരുന്ന കാളിയൻ എന്ന ഉഗ്രവിഷമുള്ള പാമ്പ് നമ്മുടെ പമ്പയിലും എത്തി. കാളകൂടം എതിരി ചെറുകോൽപ്പുഴ എന്ന സ്ഥലത്ത് ഹിന്ദു ഐക്യ സമ്മേളന വേദിയിൽ ഹിന്ദുക്കൾ പരമ്പരാഗത വസ്ത്രം ധരിക്കണം. അപ്പൊ മരം ഒരു ഫാഷൻ ആവില്ല എംബ്രാക്കളെ. മാത്രല്ല പ്രാദേശിക ഭക്ഷണം കഴിക്കണം, അത് നല്ലതാ. താമസം കാട്ടിലും കൂടി ആക്കാം. ഇംഗ്ലീഷ് സംസാരിക്കരുത്. പരമ്പരാഗതമെന്നാവുമ്പോ ആംഗ്യഭാഷയൊക്കെ ആവാം അല്ലേ. സനാതന ധർമ്മം ഹിന്ദുമതത്തിന്റെ ആത്മാവാണെന്നും എല്ലാവരും അത് വ്യക്തിപരമായി ആചരിക്കണമെന്നും ഓരോ കുടുംബവും ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഒത്തുകൂടി അവരുടെ നിലവിലെ ജീവിതശൈലി പാരമ്പര്യവുമായി പൊരുത്തപ്പെടുന്നുണ്ടോ എന്ന് പ്രാർത്ഥിക്കണമെന്ന്. അല്ല ഭഗത്ജി, നിങ്ങളിടുന്ന പാൻറ്, യാത്ര ചെയ്യുന്ന ട്രെയിൻ, ആഡംബരപൂർണമായ വീട്, റോഡുകൾ, പാലങ്ങൾ ഒക്കെ പരമ്പരാഗത ഋഷിമാർ തന്നതാണോ? ആശ്രമവും കുതിരയും രഥവും ഒക്കെ തിരിച്ചെത്തിക്ക്. എന്നിട്ട് ഡിജിറ്റൽ നോട്ട് കൊണ്ട് ഡിജിറ്റൽ ഇന്ത്യയെ നിർമ്മിക്കാൻ നമുക്ക് വെർച്വൽ ലോകത്ത് വിശ്വാസത്തിന്റെയും സുരക്ഷയുടെയും അന്തരീക്ഷം വളർത്തിയെടുക്കുകയും ചെയ്യുന്ന ഒരു കരുത്തുറ്റ ഡിജിറ്റൽ സങ്കേതം നമുക്ക് നിർമ്മിച്ചുണ്ടാക്കാം. എന്താ മോഹൻ ഭഗത്തിന്റെയും സംഘപരിവാറിന്റെയും ആശയത്തിൽ പറഞ്ഞാൽ അപരിഷ്കൃത സമൂഹത്തെ നമുക്കിവിടെ പുനർനിർമ്മിക്കാം എന്ന്. അതെ, മതഭ്രാന്ത് കൊണ്ട് കണ്ണ് കാണാതായ RSSകാരാ അരിയും തിന്ന് ആശാരിച്ചയും കടിച്ച് പിന്നെയും നിങ്ങളുടെ മുറുമുറുപ്പ് കേരളത്തിൽ വേവിക്കാൻ നോക്കണ്ടട്ടാ. ഇതിനിടയിൽ അടുത്ത ആഴ്ച നമ്മളെ ദോസ്ത് ട്രംപിനെ കാണാൻ ചങ്ക് ബ്രോ മോദി അമേരിക്കയിലേക്ക് പറക്കൂന്ന്. വളരെ പേടിയോടെയാണ് ഇന്ത്യക്കാരത് കാത്തിരിക്കുന്നത്. എന്തായാലും ബ്ലിങ്കിന് അടുത്ത ആഴ്ച വകുപ്പുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. ബ്ലിങ്ക് തുടരും. ആയിക്കോട്ടെ, സന്തോഷായി. സബ്സ്ക്രൈബ് ചെയ്തേക്കണേടാ പൊന്നു മോനെ.